മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സദസ്സിലാ പോയി നിൽക്കുന്നത്. അവിടെ പോയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ദ്വാരക്കാൻ കഴിയുന്നതൊക്കെ ദ്വാരക്കണം. അതൊക്കെ അവിടെ പുണ്യുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിഹ യാസീനൊക്കെ ഓതിയിട്ട് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദ്വാരക്കുന്നത്. ആളുകളൊക്കെ വരുമ്പോ ഓരോരുത്തർക്കും ഓരോ ദ്വാ കിട്ടിക്കോട്ടെ എഴുതിയിട്ട്. പക്ഷെ പൊതുവെ ആൾക്കാരുടെ ധാരണ എന്താന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോവുക, എന്നിട്ട് അയാളെ കണ്ണും മൂക്കൊക്കെ അയാളെ മേത്തന്നല്ലേ നോക്കിയിട്ടൊന്ന് തിരിച്ചു പോരുക. കണ്ണൊന്നും പോയിട്ടില്ലല്ലോ, മൂക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ, 2 ഓട്ടമുള്ള 3 ഓട്ടം അയക്കണമൊക്കെ നോക്കി തുറച്ചു നോക്കിയിട്ട് തിരിച്ചു പോരുക. അതല്ല കാര്യമായിട്ട് പുണ്യമുള്ളത്. നോട്ടം അതിന് അർഹതപ്പെട്ട ആളുകൾ വേണമെങ്കിൽ നോക്കിക്കോട്ടെ, അതിലത്ര പുണ്യമുള്ള സംഗതി ഒന്നുമില്ല നോക്കാന്നുള്ളത്. അത് സ്വാലിഹീങ്ങളെ ജനാസ ആകുമ്പോ ഒരു തക്ബീലും മറ്റൊക്കെ ഒരു സുന്നത്തുണ്ട്, അപ്പൊ ഒരു നോട്ടം കൂടി വരും. അല്ല നാട്ടുകാരൊന്നായിട്ട് വന്ന് വരിവരിയായിട്ട് നിന്നിട്ട് ഒരു മയ്യത്തിനെ നോക്കിയെങ്കിലേ അയാളെ കബർക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനൊന്നുമില്ല. നോക്കാതിരിക്കാണ് കഴിവിന്റെ പരമാവധി നല്ലത്. നോക്കുന്ന ആൾക്കാർക്ക് എന്നിട്ട് വല്ല ബോധമുണ്ടോ? ആരും വന്ന് നോക്കിയില്ല എന്നുള്ള പരാതിയാ. അങ്ങനെ പരാതി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ മസാല പഠിപ്പിച്ചത്, കുളിപ്പിക്കാൻ സഹായത്തിന് വെള്ളം കൊണ്ടേ കൊടുക്കാൻ നിൽക്കുന്ന ആൾ തീരെ നോക്കാൻ പാടില്ല. കുളിപ്പിക്കുന്ന ആൾക്കാരെന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാവൂ എന്നാ. പിന്നെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പതിവായി പോയി, ഇതിനാന്നറിയില്ല. അതിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത് അവിടെ ഇരുന്നിട്ട് ഒരു ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നല്ലോണം ദ്വാരക്കുക. ഖുർആൻ ഓതാൻ പറ്റിയ എത്രയാണോ കിട്ടുന്ന അത്രയും കിട്ടി ദ്വാരക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വരിവരിക്ക് ഇങ്ങനെ വന്ന് കാണുമ്പോ ചിലപ്പോ റഹ്മത്തിന്റെ മലക്കുകളൊക്കെ കുറച്ച് മാറിക്കേണ്ടി വരും. ചിലര് വരുമ്പോ ആരൊക്കെയാ വരുന്നത്? ആരൊക്കെയാണ് ആ ജനാസന്റെ അടുത്ത് വരുന്നത്? റഹ്മത്തിന്റെ മലക്കുകൾ മാറിക്കേണ്ടി വരൂലേ? വരും. ഉദാഹരണമായി പറഞ്ഞ ജനാപത്തുകാരൻ, ഓനടുക്കാൻ പറ്റൂല. പറ്റുമോ? ഹൈലുള്ള പെണ്ണ് ഈ മയ്യത്തിനോട് വളരെ അക്രബായ അടുത്ത പെണ്ണാ, മെഹറമാണ്. ഈ മയ്യത്തിനെ കാണൽ ജീവിതകാലത്ത് ഹലാലായ പെണ്ണാണ്. ആ പെണ്ണ് വരുന്നു. പക്ഷെ ആ പെണ്ണ് ആരാ? ജനാപത്തുകാരിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പാർത്തിരിക്കുന്ന ഈ മയ്യത്തിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ അകലേക്ക് പോകും. ഈമാനില്ലാത്ത ആൾക്കാർ വന്നാ തീർത്തും പോവും. അങ്ങനെയുണ്ട് സഹോദരങ്ങളെ. അടുക്കാൻ പാടില്ല എന്നല്ലേ ഹദീസിലുള്ളത്. ഹൈലുകാരിയും ജനാപത്തുകാരനും അതുപോലെ തന്നെ നോൺ മുസ്ലിമും മുസ്ലിമിന്റെ ജനാസയിലേക്ക് അടുക്കാൻ പാടില്ല എന്നല്ലേ. അതൊരു വർഗീയവാദമല്ല. അതാ കിടക്കുന്ന മുസ്ലിമിന് സുഖം കിട്ടാനും റഹ്മത്തിന്റെ മലക്കുകളെ സന്തോഷം കിട്ടാനുമാണ്. അങ്ങനെ വരുമ്പോ നാട്ടുകാർ മൊത്തം അങ്ങനെ കയറി വരുമ്പോ എന്തായിരിക്കും ഹാലി? എന്നൊരു പ്രശ്നമല്ലല്ലേ. എല്ലാരും ഒന്ന് പോണം, നോക്കാൻ പറ്റിയോ നോക്കിയാലും കുഴപ്പമില്ല. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഒരു പെണ്ണാ മരിച്ചു കിടക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ പെണ്ണ് വലിയ ഭാഗ്യവതിയാണല്ലോ, ഇത്രയും തോനെ മെഹറം ഈ പെണ്ണിനോ, ഇത്രയും തോനെ മെഹറം. അപ്പൊ അതൊരു വിഷയമല്ല. എല്ലാവരും പോയി കണ്ടിരുന്നു. ഒരാൾ വിളിച്ചാൽ ചോദിച്ചു, അല്ല ഇത് നിങ്ങളെ ഉമ്മല്ലേ? ഉമ്മയാണ്. എന്നിട്ടെന്താ പരക്കം കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും? ഇങ്ങനെ ജീവിതത്തിൽ എല്ലാവരും പരക്കം കണ്ടോണ്ടാ പരക്കം കാണിച്ചു കൊടുക്കണം? എന്താ പരിപാടി? അപ്പൊ അയാൾ പറഞ്ഞു, ഈ നാട്ടിൽ അങ്ങനെ പതിവ്. ഞാനാകെ അത്ഭുതപ്പെട്ടു. പഠിച്ചവനെ, അയാളെ വീട്ടിൽ മാത്രമുള്ള പതിവല്ല പറഞ്ഞേ, ആ നാട്ടിൽ അങ്ങനെ പറഞ്ഞപ്പോ എന്താ അവിടെ പറയാൻ നമ്മള്? വേഗമുള്ള ഫാത്തിയും കുല്ലുവല്ല ഓതി അവിടുന്ന് തടി സലാമത്താക്കി അസ്സലാമു അലൈക്കും അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ എല്ലാവരും ഒരുപോലെ വന്നു നോക്കുക. അങ്ങനെ ഉണ്ടൊരു നോട്ടം. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊക്കെ അങ്ങനൊക്കെ ഹലാലാണെന്ന ധാരണ. അപ്പൊ പിന്നെ യാതൊരു നിയമവും ബാധകമൊന്നുമില്ലേ? പിന്നെ കുളിപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇത്ര കാർക്കശ്യം പുലർത്തി ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനേക്കാളും കാർക്കശ്യം ഉണ്ടാകുക. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കൽ നല്ലതാണ്. അതുകൊണ്ട് ആ മഹാന്മാര് പറഞ്ഞു, ജീവിതത്തിൽ എപ്പോഴും സ്വാലിഹീങ്ങളെ കൂട്ടുകാരായി പിടിക്കണം. ഫാസിഖീങ്ങളെയും മുനാഫിഖീങ്ങളെയും അതുപോലെ തന്നെ ഈമാനും ഇസ്ലാമൊന്നും ഇല്ലാത്ത ആൾക്കാരെ കൂട്ടുകാരായി പിടിച്ചാല് നിന്റെ ജനാസന്റെ ഭാഗത്ത് അവരാ ഉണ്ടാകുക, സുഹൃത്ത് എന്നുള്ളവർക്ക്. ഒരിക്കൽ പോലും ആ റഹ്മത്തിന്റെ മലക്കൾ അടുക്കൂല അങ്ങോട്ട്. നീ ഒരു ഫാസിഖിനെയാണ്, ഒരു മുനാഫിഖിനെയാണ്, അതുപോലത്തെ ആൾക്കാരെ നീ കൂട്ടുകെട്ടായി കൊണ്ടുവരുന്നെങ്കിൽ കൂട്ടുകാരൻ എന്നുള്ളവർക്ക് ഇയാൾ ആരും വേർപ്പെടുത്തൂല. അയാൾ ഒത്ത കൂട്ടുകാരനാണ്. ഇന്നലെ രാത്രി വരെ ഒപ്പുണ്ടായിരുന്നു, മരണത്തോടുകൂടി രണ്ടാള് രണ്ടായിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. അങ്ങനെ ജനാസ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ആരാ? ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ഈ ഫാസിക്കായ മനുഷ്യൻ.
പിന്നെങ്ങനെ സഹോദരങ്ങളെ റഹ്മത്തിന്റെ മലക്കൾ അവിടെ വന്ന് സന്തോഷം പകരുന്നത്? ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമാണത്. നല്ല മനുഷ്യന്മാരെ, നിസ്കരിക്കുന്നവരെ, നല്ലതുമായി ബന്ധപ്പെടുന്നവരെ മാത്രം കൂട്ടുകെട്ടിന് ഉപയോഗിക്കണം. അവർക്കേ ഖൽബിൽ സ്ഥാനം കൊടുക്കാവൂ, അവരോടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാവൂ, ബാക്കിയുള്ളവരോട് മൊത്തത്തിലുള്ള സഹകരണ ബന്ധമാവാം. ഈ മൊയ്ലിയുടെ നാട്ടിൽ ഒന്ന് വർഗീയത പ്രസംഗിച്ചു എന്ന് പറയണ്ട, ബാക്കിയുള്ളവരോട് മനുഷ്യത്വപരമായുള്ള പെരുമാറ്റം ഉണ്ടായിക്കോട്ടെ. പക്ഷേ നിങ്ങളെ ഖൽബിൽ ചേരുന്ന നിലക്ക് നിങ്ങൾ കൂട്ടുകൊട്ടു കൊടുക്കേണ്ടത്, അടുത്ത് വന്നിരുന്നാൽ, പ്രാർത്ഥന നടത്തിയാൽ, ഒന്ന് ഖുർആൻ ഓതിയാൽ മലക്കുകൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന, റഹ്മത്തിന്റെ മലക്കുകൾ വിട്ടുപോകാത്ത നല്ല മനുഷ്യന്മാരാകട്ടെ. അവരുടെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത്, അവരുടെ മഹത്വമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ആ ജനാസയുടെ സവിധത്തിലും അതാ സുബ്ഹാനല്ലാഹ് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇന്ദ ദുഖൂലിൽ മൻസിലി, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ദ്വാരക്കേണ്ടതുണ്ട്. വഇൽമാമിൽ ഫഖ്രി, ദാരിദ്ര്യം വന്ന് ചേരുന്ന സമയത്ത് നല്ലോണം സ്വലാത്ത് ചൊല്ലണം. ആവശ്യങ്ങൾ വരുമ്പോഴും സ്വലാത്ത് ചൊല്ലണം. എന്തെങ്കിലും പേടി മുന്നിൽ തോന്നുകയാണെങ്കിലും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് അഭയമാണ്, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീട്ടിൽ മൊത്തം വലിയ ബറക്കത്തിന് കാരണമാണ്. ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് വീട്ടിൽ കയറുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും ചൊല്ലാൻ കൂടെ നമ്മൾ മടിക്കരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വലാത്ത് ചൊല്ലാൻ അങ്ങനെ പഠിപ്പിച്ചല്ലോ. സ്വഹാബിമാർക്ക് അങ്ങനെ പഠിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താൻ നിശ്ചയിച്ച ഗവർണർമാരിലേക്ക്, ഓരോ സ്ഥലത്തുമുള്ളവരിലേക്ക് കത്തെഴുതിയപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ അബീ ബക്കറിൻ ഖലീഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്നുള്ള കത്താണ്. എന്നിട്ട് ഓരോരുത്തരുടെ പേരിലും പറയുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ഫഇന്നി അഹ്മദു ഇലൈക്കല്ലാഹ്. കത്ത് എഴുതുമ്പോ ബിസ്മി അല്ലാറില്ലേ, ബിസ്മി എഴുതാറില്ലേ? ഹംദും എഴുതൽ സുന്നത്തുണ്ട്, കൂട്ടത്തിൽ സ്വലാത്തും എഴുതൽ സുന്നത്തുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കത്തിൽ അങ്ങനെയുണ്ട്, ധാരാളം മഹാന്മാരുടെ കത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു, പ്രശ്നകലുഷിതമായ രംഗങ്ങൾ വരുമ്പോ, നാട്ടിൽ മൊത്തം പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ വരുമ്പോ സ്വലാത്ത് ധാരാളം ചൊല്ലണേ. ഇന്ദൽ ഹമ്മി വശദാഇദി വൽ ഖുറൂബി വഖൂഇ ത്വാഊൻ. ത്വാഊൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയുള്ള രോഗമല്ലേ? ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ അവര് പറഞ്ഞു, ഉസ്താദ് ഇവിടെ പകർച്ചപ്പനി വന്നിട്ടുണ്ട്, പ്രത്യേകം ദ്വാരക്കണം, അല്ലാഹു ആ നാട്ടുകാർക്ക് വലിയ ശിഫ നൽകുമാറാകട്ടെ. പല വീടുകളിലും ആളുകൾ രോഗികളായി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 5ാം പനി എന്ന് പറഞ്ഞ പനി വന്നിട്ടുണ്ട്. പനി വ്യത്യസ്ത പനിയാ, മഖൂഫായ രോഗങ്ങളിലല്ലേ പനി എണ്ണിയത്. പേടിപ്പെടുത്തുന്ന രോഗം തന്നെയാണ്. അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. പകർച്ചവ്യാധികളൊക്കെ നാട്ടിൽ വന്നപ്പോൾ ഉസ്താദുമാര് പറഞ്ഞില്ലേ, സ്വലാത്ത് അധികരിപ്പിക്കണം, മങ്കൂസ് മോല് ധാരാളം ചൊല്ലണം. അത് വെറുതെ പറഞ്ഞതല്ല, മഹാന്മാര് പഠിപ്പിച്ചതാണ്. വിഷമാവസ്ഥയിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മോചനത്തിനുള്ള വലിയൊരു വഴിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത്. ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിയതുപോലെ തങ്ങളെ പേരുള്ള സ്വലാത്ത് നമുക്കിപ്പോ വലിയ പരിഹാരമാണ്, വലിയ മാർഗമാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, മൻ അസുറ അലൈഹി ശൈഉൻ, എന്തെങ്കിലും ഒരാൾക്കൊരു പ്രതിസന്ധി വന്നാൽ ഫല്യുക്സിർ മിനസ് സ്വലാത്തി അലയ്യ, എനിക്കവൻ ധാരാളം സ്വലാത്ത് ചൊല്ലട്ടെ. ഫഇന്നഹാ തഹുല്ലുൽ ഉഖദ്, എല്ലാ കെട്ടുകളും അഴിച്ചു കിട്ടും, എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. വതക്ഷിഫുൽ ഖുറബാ, പ്രതിസന്ധികൾ മുഴുവനും അവന് മാറിക്കിട്ടും, വിഷമങ്ങൾ മുഴുവനും മാറിക്കിട്ടും. സ്വലാത്ത് ധാരാളം ചൊല്ലട്ടെ.
ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ഉപ്പ എന്നോട് പറയാറുണ്ട്, മോനെ എന്തെങ്കിലും വിഷമം വന്നാൽ ഉപ്പ ചെയ്യും പോലെ നീയും ചെയ്യണം. എന്താണ് ഉപ്പ ചെയ്യേണ്ടത്? എഴുന്നേറ്റ് കൊണ്ട് ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് ഉപ്പ ചെയ്യാറുള്ളത് പോലെ എനിക്ക് പഠിപ്പിച്ചിരികയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് നീ ദ്വാരക്കണം, അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബിൻ, അല്ലാഹുവേ എല്ലാ പ്രതിസന്ധിയിലും നീയാണ് എന്റെ അവലംബം, വ അൻത റജായി ഫീ കുല്ലി ശിദ്ദ, എല്ലാ കാഠിന്യത്തിലും എന്റെ പ്രതീക്ഷ നീയാണ്, വ അൻത ലീ ഫീ കുല്ലി അംരിൻ നസല ബി സിഖത്തുൻ വഉദ്ദാ, ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്ന മഹാമാരിയുണ്ട്, വിഷമങ്ങളുണ്ട്, അതിന് ഞാൻ നിന്നെയാണ് കാണുന്നത്. എത്ര വിഷമങ്ങളാണ് റബ്ബേ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്. ചില വിഷമങ്ങളൊക്കെ വരുമ്പോ മനസ്സ് ഇടുങ്ങിപ്പോകും. മനുഷ്യന്റെ തന്ത്രങ്ങൾ മുഴുവനും തകർന്നു പോകും. സുഹൃത്ത് അകന്നു പോകും, വിട്ടുപോകും. ശത്രു സന്തോഷിച്ചു പോകും. അതുകൊണ്ട് എത്രയോ വിഷമങ്ങൾ നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ എനിക്കതിൽ നിന്ന് പരിഹാരം തന്നിട്ടുണ്ടല്ലോ. എല്ലാ ആവശ്യവും നിറവേറ്റി കൊടുക്കുന്നവൻ നീയാണ്. വലിയ കുല്ലി നിഅമ, എല്ലാ അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥനും നീയാണ്. റബ്ബേ ഫഹ്ഫദ്നി ബിമാ ഹഫിൽത ബിഹി, നീ സൂക്ഷിക്കുന്ന ശ്രദ്ധ സൂക്ഷിക്കാൻ കാവൽ നൽകുന്നത് കൊണ്ട് എന്നെ നീ കാക്കണം. വലാ തജഅൽനി ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികൾക്ക് എന്നെ നീ ഒരു പരീക്ഷണ വസ്തുവാക്കല്ലേ അല്ലാ. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ വസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക വസ്അലുക ബിസ്മിൽ അഅ്ലമിൽ അഅ്ലമിൽ അഅ്ലം الذي إذا سئلت به كان حقا عليك أن تجيب أن تصلي على محمد وعلى آل محمد اللهم صل وسلم عليه وأسألك أن تقضي حاجتي. എന്റെ ഉപ്പ എന്ത് വിഷമങ്ങൾ വന്നാലും അള്ളാഹുവിനെ വിളിച്ച് ഈ സ്വലാത്തും ചൊല്ലി ദുആ ചെയ്യാറുണ്ട്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് ചൊല്ലി ദുആർന്ന ഉടനെ ഉപ്പാന്റെ വിഷമം മാറാറുമുണ്ട്.